ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് പിന്നെ ഒരു സൺഡേ റീസെറ്റാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് പുറത്ത് പോകണം, കാരണം ഇന്ന് 4 മണിയാകുമ്പോഴേക്കും ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അടുത്ത വീക്കിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഈ റൂം മൊത്തം ക്ലീൻ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, മീൽ പ്രിപ്പ് ചെയ്യാനുണ്ട്, പിന്നെ ലോണ്ട്രി അങ്ങനെ എല്ലാം ചെയ്യാനുണ്ട്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് യു ഗൈസ് വിത്ത് മീ. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് അടുത്ത വീക്കിലേക്കുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഫ്ലവേഴ്സ് വാങ്ങിച്ചു, പിന്നെ അത് വെക്കാനായിട്ടൊരു ഫ്ലവർ വാസ് വാങ്ങിച്ചു. അതല്ലേ, എൻ്റെ ഓൾറെഡി ഒരു ഫ്ലവർ വാസ് ഉണ്ട്, അത് ഇതാണ്. പക്ഷെ അതിൽ ഞാൻ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങുമ്പോൾ ഇതിലങ്ങ് വെക്കാമല്ലോ എന്ന്. ഞാൻ മുന്നേ വേറൊരു വാസ് വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് വാങ്ങിച്ച് ഓൺ ദ വേ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ നല്ല രസമായിട്ട് തോന്നി, എൻ്റെ ഒരു വൈബായിട്ട് സെറ്റ് ചെയ്യണ പോലെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം അത് അറേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ഈ റൂം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ റൂം എത്ര മെസ്സിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്ര മെസ്സിയാണ് എൻ്റെ റൂം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാനപ്പോൾ വീക്കിലി എടുക്കണ സപ്ലിമെൻറ്റ്സ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യത്തിൻ്റെ ഇതാണ്. പിന്നെ ബയോട്ടിൻ, അതായത് സിങ്ക് പ്ലസ് സെലീനിയം, പിന്നെ അയേണിന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ B12, പിന്നെ ഫോളിക് ആസിഡ്, പിന്നെ ഇത് സീക്കോഡ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ സൺഡേയിലത്തെ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ കഴിക്കാം. അപ്പോൾ ഈ ഓർഗനൈസറിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡേയ്സിൻ്റെയും ഫില്ല് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് വീക്കിലേക്കുള്ള സപ്ലിമെൻറ്റ്സ് റെഡി.
അപ്പോൾ സൈഡ് ടേബിൾ ക്ലിയർ ചെയ്തു. പിന്നെ ഡ്യുവേ ഷീറ്റ്സും ബെഡ്ഷീറ്റ്സും എല്ലാം ലോണ്ട്രിക്ക് ഇട്ടു. അപ്പോൾ കുറച്ച് സമയം പിടിക്കും വാഷിങ്ങും ഡ്രൈയിങ്ങും ഒക്കെ കഴിഞ്ഞ് വരാൻ. അപ്പോൾ പാരലലി നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ പ്രോൺസ് ബിരിയാണി ഉണ്ട്. ആക്ച്വലി ലഞ്ചിൻ്റെ ടൈമൊന്നുമല്ല, ടൈം കുറച്ച് കഴിഞ്ഞു. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ക്ലീൻ ചെയ്യാം. ഞാനപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചത്, ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്കത് ഒരുമിച്ച് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഞാൻ എയർ സോസിനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഐറ്റം ഒരു ലോഫേഴ്സാണ്. ഞാനൊരു ബ്ലാക്ക് ലോഫേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാല്ലേ? ഇതൊരു ബ്ലാക്ക് ടോപ്പാണ്. റിവർ ഐലൻഡിൽ നിന്ന് എടുത്തതാണ്. ഞാൻ ആക്ച്വലി ഇത് ബോഡി സ്യൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ആക്ച്വലി ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു സീ ത്രൂ ഉള്ള ഒരു ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഷർട്ട് കൈൻഡ് ഓഫ് ടോപ്പാണ്. ആക്ച്വലി ഇത് കൊള്ളാം. നെക്സ്റ്റ് വന്നിട്ട് ഇത് ന്യൂ ലുക്കിൽ നിന്ന് എടുത്ത ഒരു ബോഡി സ്യൂട്ടാണ്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെറ്റീരിയലും നല്ലതാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. നെക്കൊരു സ്ക്വയർ കൈൻഡ് ഓഫ് നെക്കാണ്. കൊള്ളാം.
നെക്സ്റ്റ് ബേർഷ്കേന്ന് ഓർഡർ ചെയ്ത ഒരു ബോഡി സ്യൂട്ട് തന്നെയാണ്, പക്ഷെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബോഡി സ്യൂട്ടാണ്. ഇതും നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റാണ്. സോ ഇതൊരു കുഞ്ഞ് ഹോളായിരുന്നു. ഇത്ര ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ലോണ്ട്രിയിൽ നിന്ന് ഇത് വിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വെറ്റാണ്, പക്ഷേ അത് 2-3 hours ആകുമ്പോഴേക്കും അത് ഡ്രൈ ആയിക്കോളും. അപ്പോൾ അടുത്തത് എനിക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 10 minutes നമുക്ക് കലണ്ടറിലെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീക്കിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ വീക്കെൻഡിലാവുമ്പോൾ, അതായത് ഫ്രൈഡേ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാം ഫ്രം മൺഡേ ടു തേഴ്സ്ഡേ. ഫ്രൈഡേ ഒരു ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ മൺഡേ തൊട്ട് 4 ദിവസം പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കാം. അതാണ് ഈ വീക്കിൽ വരുന്ന ഒരു മെയിൻ ടാസ്ക്. പിന്നെ ബാക്കിയെല്ലാം സാധാ പോലത്തെ ഷെഡ്യൂൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഡൺ.